ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ കൊടുത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കയറി ഒന്ന് ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഓണം സീരീസ് പാർട്ട് 2 ആയിട്ടാണ്. അതായത് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ട പട്ടുപാവാടയുടെ മെഷർമെൻറ്റും കട്ടിങ്ങും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും ക്ലാസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു ടൈം വരെ ഇടാതിരിക്കാനുള്ള കാരണം, ഞാൻ ഇന്നലെ ക്ലാസ് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇന്നലെ നമ്മളുടെ മെഷീൻ നമുക്ക് നല്ലപോലെ പണി തന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. പകുതി സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ നൈറ്റൊക്കെയാണ് ഇരുന്ന് മെഷീൻ സെറ്റാക്കിയിട്ട് ഇന്നാണ് സ്റ്റിച്ചിങ് തീർന്നത്. ഇന്ന് രാവിലെ തന്നെ തീർത്തിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും പറ്റിയില്ല. മോൻ നല്ല കുസൃതിയായിരുന്നു. ഒന്നിനും സമ്മതിച്ചില്ല. ഉച്ചയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓണം സീരീസ് എന്ന് പറഞ്ഞിട്ട് ഓണത്തിൻ്റെ തലേന്നാണ് ഇതിൻ്റെ ക്ലാസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നെക്ക് ഫിനിഷ് ചെയ്യുകയാണ്. നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്ക് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടെന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് മെയിൻ ക്ലോത്തിലുള്ള ആ ഒരു നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. ശേഷം ഇതുപോലെ നമ്മളുടെ ആ ഒരു കോർണർ പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈനിങ് ബാക്കിലോട്ട് മറിച്ചതിന് ശേഷം നെക്കിലൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും, അതായത് നമ്മളിപ്പോൾ ഒരു ഫാബ്രിക്കിൽ ലൈനിങ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും മെയിൻ ഫാബ്രിക് നെക്ക് കട്ട് ചെയ്യാതെ തന്നെ എടുക്കുക. ബാക്കിയുള്ള ആം ഹോളും ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്യാതെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ എവിടെ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പിന്ന് കുത്തിവെക്കാം. പറ്റാത്തവർ പിന്ന് കുത്തിവെക്കുക കേട്ടോ. സെൻറ്ററിലൊക്കെ പിന്ന് കുത്തിവെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കറക്റ്റ് കാലിഞ്ച് എത്രയാണ് നിങ്ങൾ മെഷർമെൻറ്റ് നെക്കിന് കൊടുത്തിരിക്കുന്നത് ആ ഒരു മെഷർമെൻറ്റിൽ അതൊന്ന് അടിച്ച് കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തു. ബാക്ക് നെക്ക് നമ്മൾ കറക്റ്റാക്കി. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുക പറഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആവും. ഓൾറെഡി നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണമുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനായിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു സൈഡ്, അതായത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും മാറിപ്പോവാതിരിക്കാൻ, അതായത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും അത് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും നമ്മൾ മെയിൻ ഫാബ്രിക് നമ്മളെ നെറ്റോ അതുപോലെ തന്നെ ഷിഫോണോ ആ ഒരു ഒരുപാട് കട്ടിയില്ലാത്ത ഫാബ്രിക്കൊക്കെ, ഈ ഒരു ഫാബ്രിക് വലിയ കുഴപ്പമില്ല. എനിക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയത്. അപ്പോൾ ബാക്കിയുള്ള ഫാബ്രിക്കുകളൊക്കെ കുറച്ച് ഡിസ്കംഫേർട്ട് ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്. അതായത് ലൈനിങ്ങും ഒരു വഴിക്ക് പോവും, ഫാബ്രിക്കും ഒരു വഴിക്ക് പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗം ആയിക്കോട്ടെ, താഴെയുള്ള ഭാഗം ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക, ഒന്ന് പതിച്ച് വെക്കുക. അവിടെ റഫായിട്ടുള്ള ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മൾ ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് സിബ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ, അതായത് നിലവിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പുതിയ ഓരോരോ ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഞാനും ഒരു ബിഗിനർ തന്നെയാണ്. നിങ്ങൾക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ബിഗിനർ തന്നെയാണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിൻ്റേതായ
കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നികത്തിക്കൊണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ബാക്ക് പോർഷൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് സിബിനെ തിരിച്ചിട്ട് നമ്മുടെ നല്ല വശത്ത് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. സിബിനെ അതായത് കറക്റ്റ് സിബ് എടുത്തിട്ട് അതിനെ നേരെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശത്തിനെ ബാക്കിലോട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സിബ് അറ്റാച്ചിങ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുള്ളത് കേട്ടോ. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അതായത് സിബിൻ്റെ ഏറ്റവും അടുത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിബ് അവിടെ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ സിബിൻ്റെ അടുത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. സിബിൻ്റെ മുകളിലോട്ട് കയറി പോവാത്ത രീതിയിൽ വേണം സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ഒരു പതിച്ചടി കൊടുക്കുക. നമ്മുടെ ക്ലോത്തിൽ ഒരു പതിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ സിബ് അവിടെ തന്നെ നിന്നോളും, എങ്ങോട്ടും മാറിപ്പോവില്ല, പെർഫെക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണം സീരീസ് എന്നുള്ളൊരു, അതായത് ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോൾക്കും അതുപോലെ തന്നെ എൻ്റെ മോനും അങ്ങനെ കുറച്ച് ഡ്രസ്സ് ഓണത്തിന് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഇടാൻ തന്നെ കാരണം. കുർത്തയുടെ ഞാൻ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആക്കി. പക്ഷേ എനിക്ക് അവസാന ഭാഗം കോളർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ് ഇട്ട് തരാം, നിങ്ങൾക്ക് പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ നാളെ ഉണ്ടാവില്ല, നാളെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തിരുവോണത്തിന് നല്ല രീതിയിൽ തിരക്കുണ്ടാവും. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുർത്തൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് അടക്കം ഇന്ന് ഈ ഒരു സമയത്ത് ഇടാനുള്ള കാരണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ആ ബാക്കിലോട്ട് ഇങ്ങനെയാണ് കേട്ടോ സിബ് നിൽക്കുക. നമുക്ക് ഈ ഒരു സിബ് അറ്റാച്ചിങ് നമുക്ക് ലൈനിങ്ങിൻ്റെ ഉള്ളിലോട്ടായിട്ടും ചെയ്യാം, പുറമേ ആയിട്ടും ചെയ്യാം, ഇൻവിസിബിൾ സിബായിട്ടും ചെയ്യാം. കുറേ ടൈപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. ഞാനിപ്പോൾ ഈ ഒരു മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അതായത് ബേസിക് അറ്റാച്ച്മെൻറ്റ്സ് ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നുള്ളത് ആ ഒരു രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ള രീതി ആ ഒരു രീതിയിൽ ചെയ്യാം. ഇത് എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടോ ഞാനിപ്പോൾ ചെയ്ത രീതി. അപ്പോൾ നമ്മളിതാ ഇനി ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു സിബിൻ്റെ ആ ഒരു അറ്റം എൻഡ് കാണാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് സിബ് താഴോട്ട് ഇറങ്ങി വരാതിരിക്കാൻ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത്ര ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഈ സിബിൻ്റെ അതായത് ബാക്കിൽ ആ ഒരു സിബ് വെക്കണതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം. അത്രയേ ഉള്ളൂ. സിബ് അറ്റാച്ച് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കും, ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ അതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തും. സിബ് താഴോട്ട് വരാത്ത രീതിയിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്തും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ അത് സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കടക്കാം. ഞാനിത് ഓടിച്ച് പോകുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള ആ ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഓടിച്ച് പോകുന്നത്. അതായത് പറയുന്നത് ഓടിച്ച് കൊണ്ടുപോകുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ പോർഷൻസ് കാണിച്ചു തരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ സിബ് ഇപ്പോൾ നമ്മൾ ബാക്കിൽ മാത്രമേ വെക്കുള്ളൂ. അതുപോലെ തന്നെ സ്ലീവ് ആയിക്കോട്ടെ, പ്ലീറ്റ്സ് ആയിക്കോട്ടെ, കുറച്ച് ഭാഗമാണ് കാണിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ അത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് സ്റ്റിച്ചിങ് ഏകദേശം അറിയുന്ന ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് എന്തായാലും അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫുള്ളായിട്ടും അതിൻ്റെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും, കാരണം ഒരുപാട് ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മളതൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും കൂടി അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, താഴ്ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു ടോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ക്രോപ്പ് ടോപ്പ് രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പട്ടുപാവാട ബ്ലൗസ്
ആ രീതിയിലും ക്രോപ്പ് ടോപ്പും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സൈഡിൽ സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രോപ്പ് ടോപ്പിൽ സ്ലിറ്റൊന്നും വരില്ല, സൈഡിൽ സ്ലിറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് വേഗം അടുത്ത ഭാഗത്തിലോട്ട് കടക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഫ്രണ്ട് ആ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്ത്, മീൻസ് അറ്റാച്ച് ചെയ്തെന്നല്ല, നമുക്ക് മടക്കി താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. സൈഡിൽ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ നെക്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രസ്സിങ് സ്റ്റിച്ച് രീതിയിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കംഫർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മളുടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം പണി പാളി ഗായ്സ്. എന്താ പറയുക, ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് സൂം ഔട്ടായിട്ട് നല്ല രീതിക്ക് പണി കിട്ടി. ഇപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ആ 5 ഇഞ്ച് എടുത്ത ഭാഗം 2 ഭാഗം, അതായത് ആം ഹോളിക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗവും അതുപോലെ തന്നെ താഴെയും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ആം ഹോളിക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മുടെ സൈഡിലോട്ടാണ് പ്ലീറ്റ് ഇട്ടതെങ്കിൽ നമ്മളുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ആ ഒരു 5 ഇഞ്ച് എടുത്തില്ലേ, 5 ഇഞ്ച് പറയുമ്പോൾ ടോട്ടൽ 10 ഇഞ്ച് വരും. ആ 10 ഇഞ്ചിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ സ്ലീവ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു അതായത് സ്ലീവ് സ്റ്റിച്ചിങ് വീഡിയോൻ്റെ അവസ്ഥ. നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സൂമോട്ടോ എൻഡിങ് വരെ സൂമോട്ടോ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കൂ കേട്ടോ. ഞാൻ എന്താ ചെയ്യുക, ഞാനിനിപ്പോൾ വേറൊരു വീഡിയോ ഇടാം. ഇതുപോലെ 5 ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോച്ചസ് വരെ നമ്മൾ ആദ്യം ആം ഹോളിൻ്റെ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എവിടെ മുതൽ എവിടം വരെയാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ സ്ലീവ് റൗണ്ടിൽ കൂടുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. കാരണം ആം ഹോളിൻ്റെ അത്രയും റൗണ്ട് നമുക്ക് സ്ലീവ് റൗണ്ട് വരില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടി മാറ്റി വെച്ച ആ ഒരു 5 ഇഞ്ച്, അതായത് ടോട്ടൽ ഒരു സ്ലീവിൽ 10 ഇഞ്ച് വരെ വരും. 2 ഭാഗത്തും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ കൂടുതലായിട്ട് ഇടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ഫുൾ വീഡിയോയും ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ കൂടുതൽ ഇടുന്നില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ നമ്മൾ ആ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് പ്ലീറ്റ്സ്, അതായത് പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ബൈൻഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ബൈൻഡിങ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ചീത്തവശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ഒരു 1/4 ഇഞ്ച് അലവൻസ് ഇട്ടിട്ടായിരിക്കുമല്ലോ പ്ലീറ്റ് ഇട്ടിട്ടുണ്ടാവുക. ആ ഒരു റേഞ്ചിൽ നമ്മൾ ബൈൻഡിങ് ചെയ്യാനുള്ള പീസ് ചീത്തവശത്ത് നിന്നും നല്ല വശത്തേക്ക് തിരിച്ച് മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പ്ലീറ്റ്സ് ഇടാനുള്ള 5 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സൈഡ്. അതായത് 2/1 ഭാഗമാണ് 5 ഇഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 10 ഇഞ്ച് വരെ നമ്മൾ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ കൂടുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ ലെങ്ത്ത് നോക്കിയിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് ചെയ്ത് നോക്കണം. അതുപോലെ ആം ഹോളിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് കൂടുതൽ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയിരിക്കണം പ്ലീറ്റ് ഇടേണ്ടത്. ആം ഹോളിൻ്റെ ഭാഗത്ത്, അതായത് സ്ലീവ് ആം ഹോളിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമ്മളുടെ ഭാഗത്തേക്കാണെങ്കിൽ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ഷമിക്കുക, കാരണം വീഡിയോ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടും വീഡിയോ എടുത്തതായിരുന്നു. ആ ഫുൾ വീഡിയോയും പാളിപ്പോയി. എന്താ ചെയ്യുക, എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനപ്പോൾ അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആ വീഡിയോ അത് ആക്കിയത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ഭാഗം 1/4 ഇഞ്ച് ഭാഗത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ബൈൻഡിങ് ചെയ്യാനുള്ള പീസ് വെച്ച് കൊടുത്തിട്ട് ബൈൻഡിങ് ചെയ്യാനുള്ള ഇതിൻ്റെ നല്ല വശം നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശത്തോട്ട് വെച്ച് കൊടുത്തിട്ട് സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് പതിച്ച്
അതായത് തിരിച്ച് മടക്കി, അതായത് 2 ഫോൾഡ് ചെയ്ത് മടക്കി ബൈൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, 2 സ്ലീവിലും അങ്ങനെ ചെയ്യുക. അപ്പോൾ സ്ലീവിൻ്റെ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്ലീവൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഫ് സ്ലീവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നോർമൽ സ്ലീവ് ചെയ്തോളൂ, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്തോളൂ. ഞാൻ എന്താ പറയുക, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത ആ ഒരു വീഡിയോ ഇത്രയും എനിക്ക് പണി തരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ബൈൻഡിങ് ചെയ്തെടുക്കാം. അത് ഇതുപോലെ ചീത്ത വശത്ത് നിന്നും നല്ല വശത്തോട്ട്. അപ്പോൾ തുണി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വശമാണ് ചീത്ത വശത്തോട്ട് വെച്ച് കൊടുക്കേണ്ടത്. ശേഷം നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ നല്ല വശം തിരിച്ച് വരണം, ഇതുപോലെ വരണം. അപ്പോൾ കുഞ്ഞ് ബൈൻഡിങ് വെച്ച് കൊടുത്താൽ മതി. ആ സ്ലീവിൻ്റെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട ആ ഒരു രീതിയിൽ നമുക്ക് ബൈൻഡിങ് ചെയ്താൽ മതി. അപ്പോഴേ കാണുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലും വീഡിയോ എടുത്തത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ്, ഞാനൊരു ബിഗിനറാണ്, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. 2 സ്ലീവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് നമ്മളുടെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ആദ്യം ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് സ്ലീവ് നമ്മുടെ യോക്ക് പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും എൻഡിൽ നിന്ന് ജോയിൻ ചെയ്ത് വരാതെ നമ്മൾ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന, അതായത് സ്ലീവിൻ്റെ സെൻറ്ററിൽ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് താഴോട്ടും പിന്നെ ആ സെൻറ്ററിൽ നിന്ന് തന്നെ ബാക്ക് പോർഷനിലോട്ടും സെൻറ്ററിൽ നിന്ന് ഫ്രണ്ട് പോർഷനിലോട്ടും അങ്ങനെ 2 സൈഡിലോട്ടും ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ടോട്ടലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ മാറിപ്പോവും. അതുപോലെ തന്നെ ഒരു സൈഡ് നല്ല ലെങ്തി ആയിട്ട് വരും. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സ്ലീവ് എപ്പോഴും ജോയിൻ ചെയ്യുന്ന സമയത്ത് 2 ഭാഗത്തോട്ടുമായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മുടെ ഓൾറെഡി സ്റ്റിച്ചിങ് ക്ലാസ്സുകളൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഒന്ന് നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ പോർഷൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്തു. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് എത്രയാണെന്ന് നോക്കി, സ്ലീവ് റൗണ്ടൊക്കെ എത്രയാണെന്ന് നോക്കി കറക്റ്റായിട്ട് മെഷർ ചെയ്ത് എന്നിട്ട് വേണം കേട്ടോ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഷേപ്പ് എത്ര വേണമെന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ശേഷം എക്സ്ട്രാ കൂടുതൽ അലവൻസ് വിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാനിത് ഏകദേശം ഒരു 2 വയസ്സ് 2.5 to 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പട്ടുപാവാടയാണ് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ അതിനേക്കാളും ചിലപ്പോൾ മീൻസ് അവർക്ക് കുറച്ചുകൂടെ അലവൻസ് കുറച്ച് മതി, അലവൻസ് എന്നല്ല നമ്മളുടെ അളവുകൾ കുറച്ച് മതിയായിരിക്കും. അപ്പം നിങ്ങൾ തയ്ച്ചതിന് ശേഷം എന്തെങ്കിലും അവർക്ക് ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് ഷേപ്പാക്കുക. അപ്പോൾ സ്ലിറ്റൊക്കെ ഇട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ചെയ്താലാണ് സ്ലിറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു അളവിൽ ചെയ്തതിന് ശേഷം നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ലിറ്റ് ഇടുന്നതിന് മുന്നേ തന്നെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് ഇടുന്നതിന് മുന്നേ തന്നെ, സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് എത്ര ലൂസ് ഉണ്ട്, അതിന് എത്ര ഇത് പിടിക്കണം എന്നൊക്കെ നോക്കിയിട്ട് അത് കറക്റ്റാക്കിയതിന് ശേഷം സ്ലിറ്റ് ഇടുക. സ്ലിറ്റ് ഇട്ടതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോറാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അതുപോലെ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് വിട്ട് കൂടുതൽ മീൻസ് ചെസ്റ്റ് അളവൊക്കെ കുറയ്ക്കേണ്ടി വന്നു. ആളത്രയേ ഉള്ളൂ, അതുകൊണ്ട് ചെസ്റ്റ് അളവൊക്കെ എനിക്ക് കുറയ്ക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനതിൽ ഡാർട്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട്.
രണ്ട് സൈഡും, അതായത് 4 സൈഡും ഞാൻ ഡാർട്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പോയിൻ്റ് ആർട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പോയിൻ്റ് ആർട്ട് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡാർട്ടും ടക്കും ഡാർട്ടും അത് തമ്മിലുള്ള ഡിഫറൻസും. അപ്പോൾ നമ്മൾ ഡാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർട്ടിൻ്റെ എന്തെങ്കിലും ഡൗട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് വീഡിയോ പോയി കാണുക കേട്ടോ. അപ്പോൾ ഒരു ഷോൾഡറിൽ നിന്നൊരു 4.5 ഇഞ്ചും അതുപോലെ തന്നെ ഒരു 5 ഇഞ്ചിൻ്റെ ഡാർട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 5.5 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഒരു 4.5 ഇഞ്ചും താഴെ പോർഷനിൽ നിന്നൊരു 3.5 ഇഞ്ചും അങ്ങനെ എന്തോ എടുത്തിട്ടാണ് ഡാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയട്ടോ. അപ്പോൾ ഡാർട്ട് ഇടണം, അതായത് ഡാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷേപ്പ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ഇടുകയാണ്. സ്ലിറ്റ് ഇടുമ്പോൾ ഇതുപോലെ മടക്കി 2 ഫോൾഡായി മടക്കി ഇതുപോലെ ഒരു സ്ക്വയർ പോലെയൊക്കെ വരും. ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കെട്ടിട്ട് നിർത്തിയതിൻ്റെ കുറച്ച് മുകളിലോട്ട് വേണം കേട്ടോ നിങ്ങൾ ആ ഒരു സ്ക്വയർ ചെയ്തെടുക്കാനായിട്ട്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് തിരിഞ്ഞ് വരും, മീൻസ് നൂല് പിരിഞ്ഞ് വരും. അപ്പോൾ സ്ലിറ്റ് ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ കൊടുത്തപ്പോൾ എത്രയാണോ ഓപ്പൺ കൊടുത്തത് ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ആ ഒരു പോർഷൻ വെട്ടിയെടുക്കുക. കറക്റ്റായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം 2 ഫോൾഡായിട്ട് മടക്കിയിട്ട് മുകളിലോട്ട് അടിച്ചിട്ട് നമ്മൾ എവിടെയാണോ കെട്ടിട്ട് നിർത്തിയത് എപ്പോഴും സ്ലിറ്റ് ഇടുമ്പോൾ അവിടെ കെട്ടിട്ട് നിർത്തുക കേട്ടോ. സ്ലിറ്റ് എത്രയാണോ എത്ര മുകളിലോട്ടാണോ വേണ്ടത് അത് അവിടെ കെട്ടിട്ട് നിർത്തുക. ആ കെട്ടിട്ട് നിർത്തിയതിൻ്റെ മുകളിലോട്ട് ഒരു 1 ഇഞ്ച് മുകളിലോട്ട് ഒരു സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്ലിറ്റ് മൊത്തത്തിൽ ഇളകി പോരും. അപ്പോൾ അതിനാണ് കെട്ടിട്ട് നിർത്താൻ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത് സ്ലിറ്റ് ഇടാൻ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അതായത് നിങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ ബിഗിനറാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഈ കുട്ടി എന്തൊക്കെയാണ് ചെയ്തു വയ്ക്കണത് അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനൊരു ബിഗിനറാണ്, എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു കേട്ടോ. പിന്നെ അതുമല്ല ഈ ഒരു വീഡിയോ നല്ല ലെങ്തി വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ അർജൻറ്റ്, അതായത് ഒട്ടും സമയമില്ല, ആ ഒരു സമയമില്ലാത്ത സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അബദ്ധം എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഇത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയി, അതായത് ബ്ലൗസ് കംപ്ലീറ്റ് ആയി. നമ്മളുടെ ആ ഒരു കസവിൻ്റെ ആ ഒരു നമ്മുടെ സ്കേർട്ട് പാർട്ടിൽ നമ്മളുടെ ബ്ലൗസിൻ്റെ ആ ഒരു അജ്രക്കിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 1.5 to 2 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 2 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ മടക്കി 1 സൈഡ് മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഈ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടുണ്ടാവും. നിങ്ങൾക്ക് റിസൾട്ട് കണ്ടാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ, അതായത് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്നതിന് മുന്നേ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോർഡർ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. പട്ടുപാവാട ഞാൻ വലുത് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല, അതായത് ചെറിയ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ എനിക്കും വളരെ ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ എന്തായാലും റിസൾട്ടൊക്കെ അടിപൊളിയായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ ഒരു 1.5 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിന് നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ആ ഒരു നമ്മൾ എത്രയാണോ ക്ലോത്ത് എടുത്തിരിക്കുന്നത് അത്രയും ക്ലോത്തിൽ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഫസ്റ്റത്തെ ആ ഒരു 1.5 ഇഞ്ചിൻ്റെ അത് നമ്മൾ വിടണം കേട്ടോ. അതായത് നമ്മുടെ അലവൻസിൻ്റെ ഭാഗത്തേക്ക് വിടണം. ഫസ്റ്റ് തന്നെ പ്ലേറ്റ് ഇടരുത്. ഞാൻ
ആലോചിക്കാതെ പെട്ടെന്ന് പ്ലീറ്റ് ഇടാൻ പോയി. പിന്നെയാണ് ഓർമ്മ വന്നത് നമുക്ക് അലവൻസ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു 1.5 ഇഞ്ച് നമ്മൾ എടുത്താൽ അവിടെ മുതലാണ് നമ്മൾ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് അവിടെ ബാലൻസ് വെക്കുക. നമ്മളുടെ അലവൻസിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ബാലൻസ് വെക്കുക. അത് 2 സൈഡും വെക്കണം. 2 സൈഡും അലവൻസ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് പ്ലീറ്റ് ഈ ഒരു 1.5 ഇഞ്ച് പ്ലീറ്റ് എടുത്തു കൊടുക്കുക. പ്ലീറ്റ് ഇട്ടതിന് ശേഷം അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ അയൺ ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അയണൊന്നും ചെയ്തില്ല. നിങ്ങൾ അയൺ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അതായത് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കൈയോടെ അയൺ ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ എലാസ്റ്റിക്കിൻ്റെ ബാൻഡാണ് ഇടുന്നത്. നോർമലി നിങ്ങൾക്ക് പട്ടുപാവാടയിൽ നോർമൽ ബാൻഡ് ചെയ്യാം. നമ്മുടെ നാടേക്കുള്ള ബാൻഡ്, അതായത് സ്ട്രാപ്പുള്ള ബാൻഡ് ചെയ്യാം. ഞാനിതിൽ എലാസ്റ്റിക് മതി എന്ന് പറഞ്ഞപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ബാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ബാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോർമൽ ബാൻഡ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് തന്നെ എടുക്കുക. എലാസ്റ്റിക്കിൻ്റെ ബാൻഡ് ആകുമ്പോൾ നമ്മുടെ എലാസ്റ്റിക് ഇട്ടിട്ട് അത് ചുരുങ്ങി നിൽക്കാനായിട്ട് അതായത് ഫുള്ളായിട്ട് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട ഫുൾ പാർട്ടിലും കറക്റ്റായിട്ട് എത്തുന്ന രീതിയിലുള്ള ആ ഒരു ബാൻഡ് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോഴും നമുക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ലോത്തിൽ പ്ലീറ്റ്സ് ഇട്ടാലും കുഴപ്പമില്ല. അതായത് ഇപ്പം നമ്മൾ 56 54 അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് 60 65 എടുത്തിട്ട് നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക് ബാൻഡ് ആവുമ്പോൾ നമുക്ക് അതിൽ കറക്റ്റായി നിൽക്കും. ഇലാസ്റ്റിക് നമ്മൾ അതിനനുസരിച്ച് എടുത്ത് നമ്മുടെ ബാൻഡും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കറക്റ്റായി നിൽക്കും. നോർമൽ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് എടുക്കാൻ പാടുള്ളൂ. പ്ലീറ്റ്സ് ഇട്ട ഭാഗം അതേപോലെ തന്നെ ബാൻഡും കറക്റ്റായിട്ട് ബാൻഡ് നമ്മൾ അതായത് നിങ്ങൾ സ്ട്രാപ്പുള്ള ബാൻഡാണെങ്കിൽ നമ്മുടെ അംബ്രല സ്കേർട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കാണുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ എത്രയാണോ ബാൻഡ് എടുക്കുന്നത്, അതായത് വേസ്റ്റ് ബാൻഡ് എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവിൽ മാത്രമായിരിക്കണം നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരേണ്ടത്. അതുപോലെ തന്നെ ചുരുങ്ങി നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇതാവുമ്പോൾ നമുക്ക് കൂടുതൽ എടുത്താലും ഇത് കറക്റ്റായിട്ട് ചുരുങ്ങി നിൽക്കും. മറ്റേതാണെങ്കിലും ചുരുങ്ങി നിൽക്കും. എന്നാലും നമ്മുടെ പട്ടുപാവാടയിൽ നമ്മൾ ഒരുപാട് ചുരുക്കം അങ്ങനെ കാണാറില്ലല്ലോ. നമ്മൾ കൊളുത്തൊക്കെ ആകുമ്പോൾ കാണാറില്ല. സ്ട്രാപ്പ് ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതലെടുക്കാം. കൊളുത്താവുമ്പോൾ, അതായത് കൊളുത്ത് വരുമ്പോൾ നമ്മൾ കൊക്കി വെച്ച് ചെയ്യുമല്ലോ, അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് വേസ്റ്റ് ബാൻഡ് എടുക്കാൻ പാടുള്ളൂ. സ്ട്രാപ്പ് ആകുമ്പോഴും കുഴപ്പമില്ല, ഇലാസ്റ്റിക് ആകുമ്പോഴും കുഴപ്പമില്ല കേട്ടോ. ഞാൻ മാറ്റി പറഞ്ഞു ഫസ്റ്റ്. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 60 സംതിങ് ക്ലോത്ത് 60 എടുത്തിട്ടുണ്ട് ഇതിൽ ക്ലോത്ത് നമ്മുടെ ഇതിനായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് പ്ലീറ്റ് ഇട്ട് വരാം കേട്ടോ. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഒരുപാട് വലിയ വീഡിയോ ആണ്, അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് 1.5 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് ഡൗട്ടുള്ളവർ നമ്മൾ പ്ലീറ്റ്സിൻ്റെ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്. ഏതാ പ്ലീറ്റ്, പട്ടുപാവാടയ്ക്ക് ഏത് പ്ലീറ്റാണ് യൂസ് ചെയ്യാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് പോയി കാണുക. അപ്പോൾ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആവും. അത് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവും. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മെഷീൻ നമുക്ക് പണി തന്നത്. നല്ല രീതിയിൽ തന്നെ പണി തന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് വീഡിയോ എടുത്തത്. ഇന്ന് ഒരു ഉച്ചയോടെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. മീൻസ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത്, വീഡിയോ എടുക്കാനല്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ മോനും ഫുള്ള് ഭയങ്കര ഇന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബാൻഡ്. അപ്പോൾ നമ്മൾ ബാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിരുന്നു നമ്മൾ ബാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ നമ്മുടെ ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു നമ്മളുടെ ഈ ഒരു ബോഡി പാർട്ടിന് എടുത്ത ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ബാൻഡിനും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ ലൈനിങ്ങും കൂടെ കൊടുത്തു. അപ്പോൾ കുറച്ച് കട്ടിയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ലൈനിങ്ങും കൂടെ എടുത്തിട്ടോ. അപ്പോൾ നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ 1 ഇഞ്ചിൻ്റെ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് കൊള്ളുന്ന ടൈപ്പിലാണ് ഞാൻ ബാൻഡ് മീൻസ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബാൻഡ് തയ്ക്കാനുള്ള ക്ലോത്ത് എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ് ക്ലോത്ത്. 4.5 ഇഞ്ച് വീതിയും വിട്ട് വന്നിട്ട് നിങ്ങൾ പ്ലീറ്റ് ഇട്ടതിനനുസരിച്ചിട്ടുള്ള വിട്ട് എടുത്താൽ മതി. വിട്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല. അതായത് വേസ്റ്റ് എത്രയാണോ വേസ്റ്റ് അതിനനുസരിച്ച് നമ്മൾ ഇലാസ്റ്റിക് മൈനസ് ചെയ്തെടുക്കും. ബാൻഡ് എടുക്കുന്ന സമയത്ത് അതായത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കുക. നമ്മളുടെ പ്ലീറ്റ്സ് എത്രയാണോ പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഫുൾ റൗണ്ട് നോക്കുക, എത്രയാണോ വരുന്നത് ആ ഒരു റൗണ്ട് തന്നെ നമ്മളുടെ വേസ്റ്റ് ബാൻഡിൻ്റെ
ഇത് കൊടുക്കുക കേട്ടോ, ലെങ്ത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ വിട്ട് ഞാൻ 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് അലവൻസ് പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഇഞ്ച് അവിടെ ഉണ്ടാവും. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഈസി ആയിട്ട് കയറും. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്ലീറ്റ്സിലോട്ട് സ്റ്റിച്ച് വരാതെ നോക്കണം. കറക്റ്റായിട്ട് പതുക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഇത് അറ്റാച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മടക്കി തിരിച്ച് പതിച്ചടിക്കണം കേട്ടോ. അതായത് നമ്മളുടെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് തയ്ക്കുമ്പോൾ എപ്പോഴും ചീത്ത വശത്തിന് നല്ല വശത്തോട്ട് നമ്മൾ ബൈൻഡിങ് ചെയ്യില്ലേ, അതുപോലെയാണ് തയ്ക്കേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. 4.5 ഇഞ്ചിൻ്റെ വീതിയിലുള്ള ബാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് നേരത്തെ മെഷർമെൻറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് മറന്നു. അപ്പോൾ അലവൻസ് ഉള്ളിലോട്ട് പോയി നമ്മുടെ സ്റ്റിച്ച് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പുറമേ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓൾറെഡി ഉള്ള സ്റ്റിച്ചിങ് കാണും. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് അലവൻസൊക്കെ എങ്ങനെ ചെയ്താലും ഉള്ളിലോട്ട് പോകും. എന്നാലും ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തോട്ട് തിരിച്ച് കറക്റ്റായിട്ട് അടിക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ച് പതിച്ച് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അടിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. ബാൻഡ് തയ്ക്കാൻ ഞാൻ നമ്മളുടെ നിക്കറിൻ്റെ ക്ലാസ് അതുപോലെ തന്നെ അംബ്രല സ്കേർട്ടിൻ്റെ ക്ലാസ്സിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ ഒരു ക്ലാസ് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ഇത് വലിച്ചു നീട്ടി പറയുന്നില്ല എന്ന് പറയുന്നത്. ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് നമുക്ക് തിരിച്ച് കറക്റ്റായിട്ട് നല്ല രീതിക്ക് കറക്റ്റായിട്ട് തിരിച്ച് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പതിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് പതിച്ച് അടിക്കുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നീറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നേരെ തിരിച്ച് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് അടിക്കുന്ന സമയത്ത് ആ ഒരു നീറ്റ്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് അതായത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് അടിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ചെറിയൊരു പാളിച്ച പിന്നെയും പറ്റി നമുക്ക്. അതായത് നമ്മൾ ലൈനിങ് ബാൻഡ് തിരിച്ചടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം കേട്ടോ തിരിച്ചടിക്കാനായിട്ട്. അതായത് ബാൻഡ് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലൈനിങ്ങും കൂടെ പ്ലീറ്റ്സ് നമ്മൾ ഓൾറെഡി കസവിൽ പ്ലീറ്റ്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലീറ്റ്സിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും വെച്ച് ഒന്ന് പ്ലീറ്റ്സ് അതായത് ലൈനിങ്ങിൽ പ്ലീറ്റ് ഇടുന്ന സമയത്ത് നമ്മളുടെ ഫ്രിൽഡ് ഫ്രോക്കിൽ ചെയ്ത പോലെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ അതായത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അതായത് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ലെങ്ത്ത് അല്ല വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു 2 ഇരട്ടി അതായത് വേസ്റ്റിൻ്റെ ഒരു 2 ഇരട്ടി ക്ലോത്ത് മതി ലൈനിങ്ങിന്. അപ്പോൾ വിട്ട് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ നല്ല ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നടക്കാനുള്ള ആ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ലൈനിങ് ചെയ്യാനായിട്ട് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മളിതാ അത് ബാൻഡൊക്കെ തയ്ച്ചതിന് ശേഷമാണ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ബാൻഡൊക്കെ അഴിച്ച് അതിൽ കറക്റ്റാക്കും. അപ്പോൾ ഞാനൊന്ന് മടക്കി തയ്ച്ചു. ആദ്യം മടക്കിയിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ആ ഒരു അതായത് സ്റ്റിച്ചില്ലാത്ത ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം അഴിഞ്ഞ് പോരണ്ടെന്ന് പറഞ്ഞിട്ട് മടക്കിയിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കറക്റ്റായിട്ട് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യരുത്, ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എനിക്കിതിന് മുന്നേ പറയാൻ വിട്ടുപോയി, ലൈനിങ് അറ്റാച്ച് ചെയ്യുക. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നവർ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് ബാൻഡ് തയ്ക്കുന്ന മുന്നേ ലൈനിങ് അറ്റാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 18 നമ്മളുടെ വേസ്റ്റിൻ്റെ അളവ്, 17.5 വേസ്റ്റിൻ്റെ അളവ്. അതിനേക്കാൾ ഒരു 3 ഇഞ്ച് കുറവാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് അതായത് ഇലാസ്റ്റിക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് വലിഞ്ഞ് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബാൻഡ് ഫുള്ളും അതിൽ ചുരുങ്ങി നിൽക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 15 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 14.5 ഇഞ്ചൊക്കെ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം അതായത് കട്ട് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഇടരുത്. ഇലാസ്റ്റിക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇട്ട് അത് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ നോക്കി ഇലാസ്റ്റിക് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. അതായത് കറക്റ്റായി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ
ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. അത്രയും ധൃതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. അതായത് എന്താ പറയുക, എനിക്ക് അത്രയും സമയമില്ല. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു ക്ലാസ് ഇടുന്നത്. ക്ലാസ് കാരണം ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടു, മെഷർമെൻറ്റ് വീഡിയോ ഇട്ടു, സ്റ്റിച്ചിങ് വീഡിയോ മാത്രം എന്താ വരാത്തതെന്ന് നോക്കി നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടാണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. സൈഡ് എല്ലാം കൂടെ, അതായത് ലൈനിങ്ങും നമ്മളുടെ ബാൻഡും ലൈനിങ്ങും നമ്മളുടെ കസവും എല്ലാം കൂടെ പിടിച്ച് കറക്റ്റായിട്ട് ആ ഒരു അലവൻസിൽ തന്നെ രണ്ട് തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുടെ ഇത് കറക്റ്റല്ലേ നോക്കി, മെഷർമെൻറ്റൊക്കെ കറക്റ്റല്ലേ നോക്കിയിട്ട് നമ്മളുടെ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗമല്ലേ നമ്മുടെ കുട്ടികളുടെ മേത്ത് കുത്താതിരിക്കാൻ അത് രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് ഒന്ന് സ്ക്വയർ ടൈപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, പതുക്കെ ചെയ്യുക. ചിലപ്പോൾ പൊട്ടിപ്പോവും, സൂചി പൊട്ടിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിനെ നമ്മളിതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിലോട്ടും നമ്മുടെ ഇലാസ്റ്റിക് ബാലൻസ് വന്ന ഭാഗം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്ക്വയർ രൂപത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുട്ടികളുടെ മേത്ത് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് അവർക്കൊരു കംഫേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഡിസ്കംഫേർട്ട് ആവാതിരിക്കാനാണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി നിക്കറിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ഓരോരോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ്, പിന്നെ എടുത്തെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്ലാസ് ഏതാണെന്നും കൂടെ മെൻഷൻ ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇലാസ്റ്റിക് ഇട്ട ഭാഗം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളത് ബാക്ക് പോർഷനിൽ ഡാർട്ട് ഇടാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു ബാക്ക് പോർഷനിൽ ഡാർട്ട് ഇടുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഡാർട്ട് ഇടുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഡാർട്ട് ഇടാനുള്ള എങ്ങനെയാണ് ഡാർട്ട് ഇടുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളുടെ പെറ്റിക്കോഡിൻ്റെ വീഡിയോയിൽ അതിൽ നമ്മൾ 1 പോയിൻറ്റ് ഡാർട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഡാർട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പോയി കാണുക. ഞാൻ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് 5.5 ഇഞ്ചൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ഡാർട്ട് ചെയ്യുന്നത്. 2 പോയിൻറ്റ് ഡാർട്ടാണ്. 2 പോയിൻറ്റ് ഡാർട്ട് എന്താണെന്ന് അറിയാത്തവർ ഒന്ന് ഡാർട്ടിൻ്റെ വീഡിയോ പോയി കാണുക. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കെട്ടിട്ടിട്ട് സെൻറ്ററിൽ, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം കേട്ടോ. സെൻറ്ററിൽ ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റാർട്ടിങ് 4 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ചിലോട്ട്, 1/2 ഇഞ്ചിൽ നിന്നും 4 ഇഞ്ചിലോട്ട്, അങ്ങനെയാണ് 2 പോയിൻറ്റ് ഡാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഡാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്, അതായത് ഫൈനൽ ലുക്ക് നമ്മളുടെ ഡ്രസ്സിൻ്റെ. എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു പട്ടുപാവാടയാണ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാട. ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു പട്ടുപാവാടയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പട്ടുപാവാട അടിക്കുന്നത് തന്നെ. അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ പോലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും. അതായത് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത്. ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലാസ് കേട്ട് ബോറടിച്ചൊന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഏകദേശം 40 മിനിറ്റോളമാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അതായത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലാക്കി.